ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് ശേഷം ഞാൻ ആകെ തകർന്നു പോയിരുന്നു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നെറിഞ്ഞ പോലെയായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് മറ്റു ചില പദ്ധതികളുണ്ടായിരുന്നു. സ്വപ്നം കാണാൻ ധൈര്യം കാണിച്ചതിന് എനിക്ക് ലഭിച്ച പ്രതിഫലമാണിത്. T20 ലോകകപ്പ് കലാശപ്പോരിനൊടുവിൽ ടൂർണമെന്റിന്റെ താരത്തിനു ലഭിച്ച ട്രോഫിയും കയ്യിലെന്തി സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളാണ്. കളിയാരാധകരുടെ മാത്രമല്ല, വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയക്കുന്ന, തിരിച്ചടികൾക്ക് മുന്നിൽ ഇടറി വീഴുന്ന മനുഷ്യർക്കെല്ലാം ഒരുപോലെ പ്രചോദനം പകരുന്നതാണ് ആ വാക്കുകൾ. അവസാന നാളവും കെട്ടിയടങ്ങിയെന്ന് ഉറപ്പിച്ച് ജീവിതം കൈവിടുന്നവർക്ക് സഞ്ജു സാംസൺ ഒരു പാഠമാണ്. ഇത് വെറും ഒരു കായിക വിജയമല്ല, മറിച്ച് പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് അതിജീവനത്തിന്റെ ആകാശത്തേക്ക് പറന്നു വരുന്ന ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥയാണ്. കഴിവും ഫോമും ഉണ്ടായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിലെ കടുത്ത മത്സരങ്ങൾക്കിടയിൽ തുടരെ അവസരങ്ങൾ നഷ്ടപ്പെട്ട സഞ്ജു ഇന്ന് ലോക ക്രിക്കറ്റിന്റെ നെറുകയിലാണ്. 2024 ലോകകപ്പ് ടീമിലുണ്ടായിട്ടും ഒരു മത്സരം പോലും കളിക്കാനാവാതെ സൈഡ് ബെഞ്ചിലിരിക്കേണ്ടി വന്ന സങ്കടക്കടലിൽ നിന്നാണ് ഈ പോരാട്ടം തുടങ്ങുന്നത്. 2026 ലോകകപ്പ് ലെവലിൽ ഇടം നേടുമെന്ന് ഉറപ്പിച്ച നിമിഷം ന്യൂസിലാൻഡ് പരമ്പരയിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അവൻ വീണ്ടും താഴെപ്പെട്ടു. ആദ്യഘട്ടത്തിൽ നമീബിയയോടും സിംബാബ്വേയോടും തിളങ്ങാനാവാതെ പോയപ്പോൾ വിമർശകർ പാടി സഞ്ജുവിന്റെ കാലം കഴിഞ്ഞു. എന്നാൽ അസ്തമയത്തിന് ശേഷമുള്ള സുന്ദരമായ ഉദയം പോലെ സഞ്ജു കത്തിക്കയറി. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ നിർണായക നോക്കൌട്ട് മത്സരത്തിൽ 50 പന്തിൽ നിന്ന് നേടിയ 97 റൺസ് സഞ്ജുവിന്റെ അനിവാര്യത ടീമിനെ ബോധ്യപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് ശനി മാറി ശുക്രൻ ഉദിച്ച നാളുകളായിരുന്നു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തിൽ 89 റൺസ്, പിന്നാലെ ഫൈനലിൽ 46 പന്തിൽ 8 സിക്സറുകളുടെ അകമ്പടിയോടെ വീണ്ടും 89 റൺസ്. ഇന്ത്യയെ വിശ്വകിരീടത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ആ മലയാളി പോരാളി ടൂർണമെന്റിലെ താരവുമായി. വിരാട് കോഹ്ലിക്കും ജസ്പ്രീത് ബുംറയ്ക്കും ശേഷം ലോകകപ്പിലെ താരമാകുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യക്കാരൻ. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസ്, 80 മുകളിൽ ശരാശരി, 199 മുകളിൽ സ്ട്രൈക്ക് റേറ്റ്. റെക്കോർഡുകൾ സഞ്ജുവിന് മുന്നിൽ വഴിമാറുകയായിരുന്നു. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു പതിപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡിന് സഞ്ജുവിന് സ്വന്തം. 24 സിക്സറുകളാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന മാർലൺ സാമുവൽസിന്റെ റെക്കോർഡും ഇതോടെ പഴങ്കഥയായി. മാസങ്ങളോളം സച്ചിൻ ടെണ്ടുൽക്കറെ വിളിച്ച് ഉപദേശം തേടിയും തളരാതെ പ്രയത്നിച്ചും അവൻ നേടിയെടുത്തത് തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ചങ്കൂറ്റത്തിനുള്ള പ്രതിഫലമാണ്. മൈതാനത്തിന് പുറത്തുയർന്ന പരിഹാസങ്ങൾക്ക് സഞ്ജു മറുപടി നൽകിയത് വാക്കുകൾ കൊണ്ടല്ല, ബാറ്റ് കൊണ്ടാണ്. അതിശക്തമായ നീരൊഴുക്ക് പാറക്കെട്ടിനെ അലിയിച്ചു കളയുന്നത് പോലെ സഞ്ജു ഇന്ന് സംശയങ്ങളുടെ എല്ലാ കോട്ടകളെയും തകർത്തിരിക്കുന്നു. ഉറപ്പാണ്, വരാനിരിക്കുന്ന തലമുറകൾക്ക് സഞ്ജു ഒരു പാഠമാണ്. അവസാന ശ്വാസം വരെ പൊരുതാൻ തയ്യാറുള്ളവർക്ക് മുന്നിൽ വിധി പോലും വഴിമാറിക്കൊടുക്കുമെന്ന വലിയ പാഠം.